നാത്തം തിരിഞ്ഞു നോക്കണ്ട, അങ്ങേരിഞ്ഞു വന്നോളൂ. കല്യാണത്തിന് DK വീട്ടിൽ വന്ന് വിളിച്ചില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ കിടന്ന് ബഹളം വെച്ചതിന് കയ്യും കണക്കുമില്ല. കേട്ട ഞാനല്ലേ ഫോണിൽ വിളിച്ചത്. അതുപോരാ, എന്നെ തറവാട്ടിൽ വന്ന് അവവാൻ ക്ഷണിക്കണം, എന്തായാലേ ഞാൻ വരൂ. അന്തസ്സുള്ളവനാ ഞാൻ. ഗൾഫന്മാര് 3 പേര് ഇവിടെ വിളി. ഇല്ല ഏട്ടാ, അവർക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. അവര് ഗൾഫിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ തന്നെ വരണം. നിന്റെ മരുമക്കൾക്ക് അങ്ങനെ തന്നെ വരണം. എന്റെ നേരെ പൊങ്ങിച്ചാട് അവളുമാർക്ക് എന്തിനും മിടുക്കായിരുന്നു. എവിടാ 3 വാലിഞ്ചുരുട്ടി അകത്താന്നോ? അവരാരും പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. ഭർത്താക്കന്മാര് വരാത്തതിൽ വിഷമിച്ചിരിക്കുക. അവരില്ലാതെ കല്യാണത്തിന് വരില്ല എന്നുള്ള വാശിയില്ല 3 പേരും. അത് കലക്കി. അവളുമാരുടെ അഹങ്കാരത്തിന് കിട്ടിയ പണിയാപങ്ങളേത്. ഏതായാലും ഞാൻ അവളുമാരെ ഒന്ന് കാണട്ടെ. എനിക്ക് അവളുമാരോട് 2 വർത്തമാനം പറയണം, ഇല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. അതെ, നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. നീ വഴിയോടുന്നു. അത് വേണം ഏട്ടാ, വേണം. മായച്ചി, ആകെ കുഴപ്പമായി. എന്ത് കുഴപ്പം? ആ ഇവന്റുകാരൻ വെസ്റ്റ് കോസ്റ്റ് സോമൻ ബാക്കി കാശിന് വന്നു. DK അയാളെ ചീത്ത പറഞ്ഞ് ഓടിച്ചു. അയാൾ എന്റെ പേരിൽ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് പോയേക്കുന്നത്. അയാൾ എന്തിനാ നിന്റെ പേരിൽ കേസ് കൊടുക്കുന്നത്? ഞാനല്ലേ അയാളെ ബുക്ക് ചെയ്തതും എഗ്രിമെന്റ് ഒപ്പിട്ടതും. അതിനിടയില് നമ്മുടെ ആ കുഴപ്പക്കാരന് അമ്മാവനും വന്ന് ബഹളം ഉണ്ടാക്കി. മിണ്ടാതിരിക്ക, വരുന്നു. ഓം തോടിയാൽ വേലി വരെ, ചെമ്മീൻ ചാടിയ മുട്ടോളം, അല്ലെങ്കിൽ ചട്ടിയോളം. പെണ്ണുങ്ങൾ വിവരക്കേട് കാണിച്ചാലേ ദേ ഇതുപോലെ ഇരിക്കും. അമ്മാവൻ ഞങ്ങളെ കളിയാക്കിയതാണോ? യോ, നിങ്ങളെ കളിയാക്കാനോ? ഞാനോ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാര്, ഞാനൊരു പാവം. അതെ, കണവന്മാർക്ക് കല്യാണത്തിന് വരാൻ പറ്റത്തില്ലല്ലോ. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. ഇപ്പൊ മനസ്സിലായോ? ശവത്തെ കുത്തല്ലേ അമ്മാവ? കുത്തും, കുത്തി പൊളന്നുകളയും ഞാൻ. അവസരം കിട്ടിയ ഇനിയും കുത്തും ഞാൻ. നിനക്കൊക്കെ ഇത് തന്നെ വരണം. എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞവളാ ഈ എവള്. ഇപ്പോ എങ്ങനെയുണ്ട് മായാമോളെ? ഇനി ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയാണോ? താഴേക്ക് വാ. നാത്തും വിളിക്കുന്നു, ഇങ്ങോട്ട് വന്നേ. അവളില്ലേ ഇവളുമാരോട് 2 വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ വരാം. എളീ മക്കളുമാരെ, നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ അമരാവതിയിലെ കാര്യങ്ങളൊക്കെ ഈ ഉള്ളംകൈയിൽ കൊണ്ടു നടന്നവനാ ഞാൻ. ആ എന്നെയാണ് ഈ സ്പീഡ് 7-ാം കൂലിയെ പോലെ നിങ്ങൾ തള്ളിക്കളഞ്ഞത്. അമ്മാവൻ ക്ഷമിക്കും. ഞാനല്ല അമ്മാവന്റെ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത്. DK ആരായാലും അനുഭവിക്കും 3 തരം. കണ്ണി നോക്കണേ. കുട്ടികളുടെ അടുത്ത് കിടന്ന് ചാടിക്കാതെ ഇങ്ങോട്ട് വാ മനുഷ്യ. എന്നെ നിനക്ക് അറിയത്തില്ല. എടീ, നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. മക്കളെ, ഒന്നും തോന്നില്ലേ, രാവിലത്തെ ഗുളിക കഴിച്ചില്ല. അതാ പറഞ്ഞത്. പോങ്ങോട്ട് വരാനാ പറഞ്ഞത്. ആ കുട്ടികളോട് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു വീട്ടിൽ കയറി വന്ന ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കൂടി, അതിനുള്ള അവകാശം എനിക്കുണ്ട്. കൊല്ലും കൊലയുമുള്ള തറവാടായിരുന്നു എന്റേത്, അറിയാമോ എനിക്ക്? ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടായത്. അരുതാത്തതൊന്നും ഈ വായിന്ന് വീഴരുത്. മംഗളമല്ല കോമളമായിരുന്ന എനിക്കെന്തോ അത്. അമ്മാവ, നീ മിണ്ടി പോരുത്. അമ്മാവന്റെ പരിഭവം ഇതുവരെ മാറിയില്ലേ? ഇല്ലടാ, നിന്നോടുള്ള പിണക്കം മാറണമെങ്കിൽ നീ അവിടെ എന്റെ തറവാട്ടിൽ വന്ന് വിളിക്കണം. ഞാൻ കിളവനാണെന്നും പിന്നെ കൊറോണയാണെന്നും പറഞ്ഞ് എന്റെ പേര് വെട്ടിയവനാ നീ. അമ്മാവ, അമ്മാവൻ ക്ഷമിക്കണം. അമ്മ വിളിക്കുന്നു പറഞ്ഞുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നത്. അമ്മ നിലവിളിച്ചു. അത് എന്റെ കടമയാണെന്ന് വിചാരിച്ച് ഇപ്പൊ ഞാൻ അമ്മാവനെ കല്യാണം വിളിച്ചിരിക്കുന്നു. യോ, നീ അങ്ങനെ ഉണ്ടാക്കണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ നീ വിളിച്ചത്. അങ്ങനെ വിളിച്ചാ ഞാൻ വരത്തില്ല. വരത്തില്ല തന്നെ. എണീക്കടി. അതിന് ഞാനിവിടെ എണീറ്റല്ലേ നിൽക്കുന്നേ. നടക്കടി, നടക്കടി. എടാ മരുമോനെ ഹിറ്റ്ലറെ, നിനക്ക് എന്നെ അറിഞ്ഞൂടാ.
നീ ഹിറ്റ്ലറാണെങ്കിലേ ഞാൻ മുസോളിനിയാ, മുസോളിനി. നിന്റെ കല്യാണത്തിന് ഞാൻ വരണമെങ്കിൽ നീ അവിടെ വന്ന് എന്നെ വിളിക്കണം. പാടി ഇങ്ങോട്ട്. അമ്മാവനായി പോയി. മോനെ, മായയും താരയും ചിത്രയൊന്നും കുറ്റം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവരുടെ ശരിയാണ് അവര് പറയുന്നത്. ഒന്നും ആരുടെയും കുറ്റമല്ലമ്മേ. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാ. അവരെ ദുബായിലേക്ക് അയച്ച് ഞാൻ മാത്രമാണ് തെറ്റുകാരൻ. അതിനി സമയം വൈകിട്ടില്ലല്ലോ. നാളെ രാവിലെ ശ്രീരാമും ഗോകുലും ബാലും ഇനി എത്തിയാ പോരെ? അപ്പൊ പെൺകുട്ടികളുടെ പിണക്കവും മാറും. സാധിക്കില്ലമ്മേ. തൽക്കാലം അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞത് ശരിയാണല്ലേ? നീ അവരെ മനഃപൂർവ്വം അവരെ കുറുക്കിട്ടതാണല്ലേ? അമ്മേ മതി. താങ്ങാൻ പറ്റാത്ത ടെൻഷൻ ഇപ്പൊ തന്നെ എന്റെ തലയിലുണ്ട്. അതിനിടയിൽ അമ്മയും കൂടി എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ. കല്യാണത്തിന് ശ്രീരാമും ഗോകുലും ബാലും എവിടെയെന്ന് നാട്ടുകാരും ബന്ധുക്കളും ചോദിക്കില്ലേ? അവരോട് നമ്മൾ എന്ത് സമാധാനം പറയും? ആരും ഒരു സമാധാനം പറയണ്ട. എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏറ്റെടുത്തോളാം. പോരെ? ഇതിലിപ്പോ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. നമ്മൾ ആ കല്യാണത്തിന് പോകുന്നില്ല. അത് തന്നെ അച്ഛാ നല്ലത്. അവര് കല്യാണോ അടിയന്തരോ എന്ത് വേണമെങ്കിലും നടത്തിക്കോട്ടെ. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ നിക്കണ്ട. ഇനിയും അവര് നമ്മളെ അപമാനിക്കില്ല എന്ന് ആര് കണ്ടു? അയ്യോ, നീ ഇത് ആരെ കുറിച്ചായി പറയുന്നത്? അമരാവതിയിലെ അമ്മയെ കുറിച്ചോ? അവർക്ക് നമ്മളോടൊക്കെ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെയാ. അതുപോലൊരു വലിയ വീട്ടിലെ അമ്മ ഇവിടെ വന്ന് നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോയില്ലെങ്കിൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാവില്ലേ? അമരാവതിയിലെ അമ്മയോട് ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. പക്ഷെ ആ മരുമക്കൾ അങ്ങനെയല്ലെന്ന് മമ്മിക്ക് അറിയാവുന്നതല്ലേ? ആശാലതേ, പശുവും ചത്തു മോരിലെ പുളിയും പോയി. ഇപ്പൊ നമ്മളും അവരും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓ, ഇങ്ങേരെല്ലാം കുഴപ്പിക്കും. എങ്ങനെയെങ്കിലും ഇവിടെ കല്യാണ ദിവസം അമരാവതിയിൽ എത്തിച്ചാ മതിയെന്നല്ലേ അവിനാഷ് പറഞ്ഞത്? ഭഗവാനെ, അവൻ പറഞ്ഞ പദ്ധതി അനുസരിച്ച് എല്ലാം നടക്കണേ. ടിക്കയും ജ്യോതിയും തമ്മിലുള്ള വിവാഹം നടന്ന ഞാൻ പിന്നെ ആരാ? കോടീശ്വരിയുടെ അമ്മ. ആളുകൾക്കൊക്കെ എന്നെ എന്തൊരു ബഹുമാനമായിരിക്കും. നീ എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്നേ. അതിന് ഞാനല്ലേ ഉള്ളൂ. അതിനുള്ള ഭാവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം പറ്റിയത്? കുഴപ്പം എന്താന്നോ? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്ന മനുഷ്യ? മൂത്തവൾ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന് അറിഞ്ഞ പിന്നെ എന്റെ കുഞ്ഞിന് നല്ല കുടുംബത്തിൽ നിന്നൊരു ആലോചന വരുവോ? അതുകൊണ്ട് നമ്മൾ ഈ കല്യാണത്തിന് പോണം. എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നേ. അച്ഛാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. ചേച്ചിക്ക് ആ അമരാവതിയായിട്ട് ഒരു പ്രശ്നമില്ലെന്ന് നാട്ടുകാർക്കൊക്കെ ബോധ്യപ്പെടണ്ടേ? ഇത് എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കുടുംബത്തിനുണ്ടായ അപമാനം മാറാൻ ഇതൊരു നല്ല വഴിയാ ചേച്ചി. ഇവൾക്ക് പ്രായക്കുറവാണെങ്കിലും നിങ്ങളെക്കാൾ പക്വതയുണ്ട്. മമ്മി, എന്നാ പിന്നെ എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോയാ പോരെ? ആ പടി ചവിട്ടാൻ എനിക്കിനി വയ്യ. ഈ ജന്മത്തിനി അയാളുടെ മുഖം കാണാൻ ഇടവരുത്തല്ലേന്നാ എന്റെ പ്രാർത്ഥന. അത് നടക്കില്ലടി. ഇനി ഈ ജന്മത്ത് നിനക്ക് DKയുടെ മുഖം മാത്രമേ കാണാൻ പറ്റൂ. നീയും DKയും തമ്മിലുള്ള കല്യാണത്തിനടി നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ പരസ്പരം കണ്ടാൽ കടിച്ചിടാൻ നിൽക്കുന്ന രണ്ട് ശത്രുക്കളാ ഇപ്പൊ ഇവളും DKയും. ആ സ്ഥിതിക്ക് പോവേണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ മോളുടെ കാര്യത്തിൽ ഒരു ഉത്സാഹം ഇല്ലല്ലോ. ഇങ്ങനെ സ്വന്തം മക്കളെ വേർതിരിച്ച് കാണരുത്. ഞാൻ നിങ്ങളുടെ രണ്ടാം ഭാര്യ ആയതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ചതി കാണിക്കുന്നത്?
ഇവള് കാരണം എന്റെ കുഞ്ഞിന്റെ ഭാവിയാ പോകുന്നത്. പല വിഷം വാങ്ങിച്ചു ചാവും ഞാൻ. മമ്മി ആശാലെ നീ ഇങ്ങനെ കരയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടേ? ഞാൻ കരഞ്ഞാലും ചത്താലും നിങ്ങൾക്ക് ആർക്കൊന്നുമില്ലല്ലോ. എന്റെ മോളും ഞാനും ഈ വീട്ടിനൊരു ഭാരമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ആശാലെ നീ ഇപ്പൊ ഇങ്ങനെ പൂങ്കണ്ണീര് ഒഴിക്കുന്ന എന്തിനാ? നിനക്കിപ്പോ എന്ത് വേണം? അമരാവതിയിലെ കല്യാണത്തിന് പോണം. അതിലെ നീ ഇങ്ങനെ കിടന്ന് പോകുന്നത്. ഇനി അതിന്റെ പേരിൽ ഒരു കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട. പോവാ. എന്താ സമാധാനമായോ? മമ്മി, ഞാൻ കാരണം എന്റെ അനിയത്തിയുടെ ജീവിതം ഇല്ലാതാവില്ല. എന്ത് അപമാനം സഹിക്കേണ്ടി വന്നാലും ഞാൻ വരാം, എന്റെ അനിയത്തിക്ക് വേണ്ടി. നിങ്ങൾ ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് ഒരു സന്തോഷം വേണ്ട. ഈ കല്യാണത്തിന് പോവാൻ ഞാൻ റെഡിയാ. കഴുത്തോളം മുങ്ങിയാ പിന്നെ തണുപ്പറിയില്ല. അതുപോലെ നാണക്കേടും. ഇനി അതും കൂടെ അങ്ങ് സഹിച്ചേക്കാം. ഈ അഭിനയം വല്ല സിനിമയിലായിരുന്നെങ്കിലേ അമ്മയ്ക്ക് അവാർഡ് ഉറപ്പായിരുന്നു. പോടിയൊന്നും നിനക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്യുന്നത്. അയ്യോ, ഇങ്ങനെ തള്ളി മറിക്കല്ലേ അമ്മേ. ഞാനേ അമ്മ പെറ്റ മോള് തന്നെയാ. അതുകൊണ്ട് ഈ അഭിനയം എന്നോട് വേണ്ട. ഓഹ്, ഞാൻ എന്റെ അഭിനയം പുറത്തെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിയുമ്പോ ജ്യോതി അമരാവതിയിലെ മരുമകളായിരിക്കും. കോടീശ്വരനായ DKയുടെ അമ്മായിയമ്മയായി തീരും ഈ ആശാലത. ആശാലത. അപ്പൊ സംഗതി ഏറ്റു. ഹലോ, എന്തായി? അവളെ സമ്മതിച്ചു. വെരി ഗുഡ്. ഇതുവരെ നിങ്ങളുടെ കോള് കാണാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു അവള് വരില്ല എന്ന്. അവളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാൻ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ സമ്മതിച്ചിട്ട് സമയത്ത് അവള് കാലുമാറരുത്. എങ്ങനെയെങ്കിലും അവളെ കല്യാണ മണ്ഡപം വരെ എത്തിക്കണം. എന്നാലേ ഈ വിവാഹം നടക്കൂ. നിങ്ങൾ അമരാവതിയിലെ DKയുടെ കോടീശ്വരിയായ അമ്മായിയമ്മ. മനസ്സിലായോ? മനസ്സിലായി. എന്ത് സംഭവിച്ചാലും ഞാൻ അവളെ കല്യാണ മണ്ഡപത്തിൽ എത്തിച്ചിരിക്കും. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ആ ശരി. ജ്യോതി, നീ അവിനാഷിനെതിരെ വരാൻ പാടില്ലായിരുന്നു. അനിയത്തിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു ചേച്ചി. നീ ഒരു വിഡ്ഢിയാ, വിഡ്ഢി. ബേട്ടാ, അമ്മ പോകാൻ റെഡിയായില്ലേ? ഞാൻ എങ്ങനെ റെഡിയാകും? ഐ ആം നോ ഹാപ്പി. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോ അമ്മയല്ലേ ഹാപ്പി ആയിരിക്കേണ്ടത്? ഇന്നലെ പറഞ്ഞതൊക്കെ വെറുതെയായി. അവളുമാര് 3 പേര് ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ആര്? മായൻ, താരൻ, ചിത്രയോ? പിന്നല്ലാതെ ആരാ? മായോട് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞാണല്ലോ. പിന്നെന്തിനാ വീണ്ടും ഇങ്ങനെ വാശി പിടിക്കുന്നത്? പറഞ്ഞിട്ടെന്താ? കുറച്ചു മുമ്പ് ഞാനും പറഞ്ഞതാ. ഭർത്താക്കന്മാര് വരാതെ അവര് വരുന്നില്ല എന്നുള്ള വാശിയില്ല 3 പേരും. അവരില്ലാതെ ഞാൻ എങ്ങനെ വരും മോനെ? ഐ ആം നോട്ട് ഹാപ്പി. അമ്മ വിഷമിക്കണ്ട, ഞാൻ അവരോട് സംസാരിക്കാം. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം. വേണ്ട, അമ്മ വരണ്ട. അവരോട് ഞാൻ തന്നെ സംസാരിക്കാം. അമ്മ ചെന്ന് പോകാനൊരുങ്ങിക്കോ. ഓക്കെ ഓക്കെ, യു ഗോ. ഐ വെയിറ്റ് വിത്ത് ഡ്രസ്സിംഗ്. നീ പോയിട്ട് വാ, ഞാൻ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാം. ശരി. എന്റെ കണ്ണ, എല്ലാം ഒന്ന് ശരിയായ മതിയായിരുന്നു.
എന്താ ആരും റെഡിയായില്ലേ? ഇല്ല. അപ്പൊ കല്യാണത്തിന് വരുന്നില്ല എന്ന് ഉറപ്പിച്ചോ? ഞങ്ങൾ പറഞ്ഞില്ലേ ഡി കെ, ശ്രീരാമും ഗോകുലും ബാലു ഇല്ലാതെ ഞങ്ങൾ വരില്ല. അതല്ലെങ്കിൽ അവർ ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കണം. എന്നിട്ടേ കല്യാണത്തിന് വരുന്ന കാര്യം തീരുമാനിക്കാൻ പറ്റൂ. അവരെന്ന് പറഞ്ഞാ ശ്രീറാം സംസാരിച്ചാ മതിയോ? മതി. എടുത്ത് സംസാരിക്കേ. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, നിങ്ങളില്ലാതെ ഞങ്ങൾ കല്യാണത്തിന് പോവില്ല. ആ ഫോൺ ഇതാ. ശ്രീറാം, സംഭവിച്ചെന്താണെന്ന് ഇവരോട് നീ തന്നെ പറയുന്നോ അതോ ഞാൻ പറയണോ? വേണ്ടിരിക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി, സംസാരിക്കേ. മായ, ഞാൻ പറയുന്നത് നീ കേൾക്കണം. വേഗം ഒരുങ്ങി റെഡിയായി കല്യാണത്തിന് പോണം. ഞങ്ങളില്ലാത്തതിന്റെ ഒരു കുറവും അവിടെ ഉണ്ടാവരുത്. എന്താ സംഭവിച്ചത് ശ്രീയേട്ടാ? ഒക്കെ ഞാൻ സാവകാശം പിന്നീട് പറയാം. ഗോകുലും ബാലു എവിടെ? അവര് ഒരു സ്ഥലം വരെ പോയിരിക്കുക. ഞങ്ങള് കല്യാണം കഴിഞ്ഞ ഉടനെ അവിടെത്തും. എന്താ ഉണ്ടായതെന്ന് പറ ശ്രീയേട്ടാ. മായേ, വെറുതെ ഡീക്കെ കുറ്റപ്പെടുത്തരുത്. സംഭവിച്ചതെല്ലാം ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടാ. ഇവിടെ വന്നപ്പോ വന്നത് എന്തിനാണെന്ന് മറന്ന് ആഘോഷത്തിൽ മുങ്ങിപ്പോയത് ഞങ്ങളാ. അതിന്റെ ഫലമായിട്ടുണ്ടായ കഷ്ടപ്പാടുകളാ എല്ലാം. പിന്നെ ഡീക്ക് തന്നെ ഇടപെട്ടതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പോലും കഴിയുന്നേ. ഇപ്പൊ എല്ലാം ശരിയായി. ഹോട്ടലിലെ എഗ്രിമെന്റിന്റെ കാര്യത്തിന് ബാലും ഗോകുലും പോയത്. എഗ്രിമെന്റ് കഴിഞ്ഞാ ഉടനെ ഞങ്ങളങ്ങ് വരും. പിന്നെ ഡീക്ക് ഒന്നിനും കുറ്റപ്പെടുത്തരുത്. കാരണം എല്ലാം ഞങ്ങളുടെ മാത്രം പിടിപ്പുകേടാ. കല്യാണം ഗംഭീരമായിരിക്കണം. സന്തോഷത്തോടെ പങ്കെടുക്കണം. ശരി ശ്രീയേട്ടാ. എന്നാ ഫോൺ വെച്ചോ. വേഗം റെഡിയായി പോവാൻ നോക്ക്. എൻജോയ്. ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ. അപ്പോ വിവാഹത്തിന് വരാൻ ഇനി തടസ്സമില്ലല്ലോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ റെഡിയാവാം. എന്നാ ശരി. ഇപ്പോഴും ഒരു സമാധാനായ. ചെല്ല്, വേഗം റെഡിയാവാം. വാ. ഭാമേ, ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു ചേട്ടാ, ഇനി സമയമുണ്ടല്ലോ. അല്ല, അമരാവതിന്ന് അവരൊക്കെ ഇറങ്ങിയോ? നിങ്ങൾ വിളിച്ചിരുന്നോ? അതൊക്കെ എപ്പോഴേ വിളിച്ചു. അവരിപ്പോ ഇറങ്ങും. അതെ, ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ ഇവിടെ വെച്ചാണോ അതോ മണ്ഡപത്തിൽ വെച്ചോ? അതിപ്പോ എവിടെ വെച്ചായാലും എന്താ? അതിൽ കുഴപ്പമുണ്ട് ചേട്ടാ. മണ്ഡപത്തിലെത്തിയാ പിന്നെ ഒന്നിന് സമയം ഉണ്ടാവില്ല. മോളെ, നീ എണീക്ക്, അച്ഛന് ദക്ഷിണ കൊടുക്ക്. നന്നായി വാ മോളെ. ഇനി അമ്മയ്ക്ക് കൊടുക്ക്. അമ്മേ, കാല് തൊട്ട് തൊടു. അമ്മയുടെ കണ്ണു നിറഞ്ഞല്ലോ. നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അമേരിക്കയിൽ എത്ര നല്ല പയ്യന്മാര് നിന്നെ പ്രപ്പോസ് ചെയ്തതാ. ഇതിപ്പോ രണ്ടാം കെട്ടുകാരനാണെന്ന് അവരൊക്കെ അറിയുമ്പോ. ഭാമേ,
അമരാവതിയിലെ മരുമകളാകുന്നത് ഇവളുടെ ഭാഗ്യം തന്നെയാണ്. പക്ഷേ മോളെ, നിന്റെ കണക്കുകൂട്ടൽ പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അവതാളത്തിലാകുന്നത് നിന്റെ ഭാവിയായിരിക്കും. നടക്കും അച്ഛാ, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. അയാളുടെ കണ്ടീഷൻസ് എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറും. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവായി DK മാറ്റാൻ എനിക്കറിയാം. അതിനു വേണ്ട എന്താണെന്നും എനിക്കറിയാം. സുപ്രിയ, ഈ വീട്ടിൽ നിന്റെ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരാൻ നീ പറഞ്ഞു. പക്ഷേ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ജീവിക്കുന്നത് നിന്റെ ഓർമ്മകളോടൊപ്പം തന്നെയായിരിക്കും. പൗർണമി കൊണ്ടുവന്നത് നിന്റെ അവസാനത്തെ കത്താണെന്ന് നീ പറഞ്ഞു. പക്ഷേ നിന്നെക്കുറിച്ച് ഓർക്കാൻ എനിക്കൊരു കത്തിന്റെ ആവശ്യമുണ്ടോ സുപ്രിയ?